മുത്തച്ഛൻ്റെ കൂടെയുള്ള അംഗനവാടിയിലേക്കുള്ള യാത്ര അവസാനിച്ചു. അവൾക്ക് പ്രായം 6 സ്കൂളിലേക്ക് ചേർത്തേണ്ട സമയമായി. ഇനി നമുക്ക് അളകനന്ദയുടെ അനിയനെക്കുറിച്ച് അറിയാം. അളകനന്ദയുടെ അനിയൻ്റെ പേര് കാളിദാസ്. മഹാവികൃതിയായിരുന്നു. അളകനന്ദയേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാളിദാസിനെയാണ് എല്ലാവർക്കും. അവൻ ആൺകുട്ടിയായതുകൊണ്ട് ആരും അവനെ തല്ലാനോ ചീത്ത പറയാനോ പോകാറില്ല. കാളിദാസ് കാണിക്കുന്ന കുറുമ്പുകൾക്കെല്ലാം തല്ല് കിട്ടിയിരുന്നത് അളകനന്ദയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അളകനന്ദയ്ക്ക് കാളിദാസിനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം കാളിദാസൻ ആരും കാണാതെ ചുട്ടുപൊള്ളുന്ന അടുപ്പിൽ കാലിട്ടു. കാല് പൊള്ളി. അവനെയും കൊണ്ട് വീട്ടുകാർ ആശുപത്രിയിലേക്ക് ഓടി. കാലിലെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രശ്നം കൂടി അവൻ സൃഷ്ടിച്ചു. കാളിദാസ് കളിച്ചു വരുന്ന വഴിക്ക് വിറകുപുരയിൽ മണ്ണെണ്ണ കുപ്പിയിരിക്കുന്നത് കണ്ടു. അവൻ അതെടുത്ത് കുടിച്ചു. അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. വീണ്ടും അവനെയും കൊണ്ട് വീട്ടുകാർ ആശുപത്രിയിലേക്ക് ഓടി. കാളിദാസ് കാരണം വീട്ടിലെ സമാധാനവും സന്തോഷവും എവിടേക്കോ പോയി മറഞ്ഞു. അവസാനം വീട്ടുകാരെല്ലാം കൂടി അവനെ അംഗനവാടിയിൽ കൊണ്ടുവിടാൻ തീരുമാനിച്ചു. ഇത് കേട്ടതും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അളകനന്ദയാണ്. ഇനി മുതൽ അവനേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് കിട്ടുമല്ലോ.